അക്ഷരാർത്ഥത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷേപണത്തിലേക്ക്, അക്ഷരാർത്ഥത്തിൻ്റെ സംപ്രേക്ഷണത്തിലേക്ക് എല്ലാ അക്ഷര അർത്ഥ പ്രേമികൾക്കും സ്വാഗതം. ഈ അവധിക്കാലത്ത് അക്ഷരം അഭ്യസിക്കുക എന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഭാരതീയമായ എല്ലാം തന്നെ അക്ഷര ഉത്പന്നങ്ങളാവുകയാൽ അക്ഷരം പഠിക്കുക എന്നുള്ളത് ഏതൊരു ഭാരതീയൻ്റെയും കടമയാണ്. ഈ അക്ഷരം തന്നെയാണ് അർത്ഥമായി വരുന്നത്, അല്ലേ? അതെ, അക്ഷരം തന്നെയാണ് യഥാർത്ഥത്തിൽ അർത്ഥവും. അർത്ഥം എന്ന് പറയുമ്പോൾ അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമായതാണ്. നമ്മുടെ ഭാരതത്തിലെ എല്ലാ കലകളും, സംഗീതമായാലും സാഹിത്യമായാലും ഏത് കലയായാലും നൃത്തമായാലും എല്ലാം അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമായവയാണ്. ഭാരതീയ ഭാഷയും അതുപോലെ തന്നെയാണ്. ഭാഷയും അക്ഷരോത്പന്നമാണ്. അപ്പോൾ യോഗവും അക്ഷരോത്പന്നം തന്നെയാണ്. അപ്പം ഭാരതീയമായ എന്തും ഏതും അക്ഷരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമായവയാണ് ഇവയെല്ലാം തന്നെ. അക്ഷരമറിയാതെ ഭാരതത്തിൽ ഭാരതീയന് നിലനിൽപ്പില്ല. അതുകൊണ്ട് അക്ഷരം പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം. അത് ആവശ്യവുമാണ്. അക്ഷരമറിയാതെ എന്ത് ജീവിതം? അപ്പം അർത്ഥവും അതുപോലെ തന്നെയാണ്. അർത്ഥമെന്ന് പറയുന്നത് അക്ഷരത്തിൽ നിന്ന് ഉത്പന്നമാകുന്നതാണ് അർത്ഥം. അപ്പോൾ അർത്ഥം അറിയണ്ടേ? വേണ്ടേ? അപ്പോൾ ഈ അർത്ഥം എന്ന് പറയുന്നത് ശക്തിയാണ്. അക്ഷരത്തിൻ്റെ ശക്തിയാണ് അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥതലങ്ങളിൽ നാനാർത്ഥ തലങ്ങളും നവാർത്ഥ തലങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. നാനാർത്ഥ തലങ്ങളിൽ ബ്രാഹ്മണം, ക്ഷത്രിയം, വൈശ്യം, ശൂദ്രം. നവാർത്ഥ തലങ്ങളിൽ ഇതിനു പുറമെ ദേവതലം, അസുരതലം, അങ്ങനെ പല തലങ്ങളുണ്ട്. 9 തലങ്ങളായിട്ട്. അതിപ്പോ നമ്മൾ ശൂദ്രത്തിലാണ് തുടങ്ങുന്നത്. ശൂദ്രത്തിൽ തുടങ്ങി അങ്ങ് മുകളിലോട്ട് 9 തലങ്ങളുണ്ട്. ഇതിൽ 9ാമത്തെ തലമാണ് പരമാർത്ഥ തലം എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ അതെ, പരമാർത്ഥ തലം. അത് പരമേശ്വര തലം എന്നും പറയും. പരമേശ്വര തലം എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ 9ാമത്തെ പരമേശ്വര തലം എന്ന് പറഞ്ഞാൽ ശിവതലം എന്ന് പറയും. അപ്പോൾ അവിടേക്ക് എത്തുക എന്നുള്ളത് സാധ്യമാക്കുന്നത് അക്ഷരം പഠിച്ചിട്ടാണ്. അക്ഷരത്തിൻ്റെ എന്ത് പഠിച്ചിട്ട്? അർത്ഥം പഠിച്ചിട്ട്. അപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം അർത്ഥം ഒരു അനിവാര്യതയാണ്. അർത്ഥമില്ലെങ്കിൽ നിലനിൽപ്പുണ്ടോ? ഇല്ല. അർത്ഥം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് പ്രാണൻ തന്നെയാണ്. പ്രാണൻ ഇല്ലെങ്കിൽ ജീവനില്ലല്ലോ. ജീവനിൽ പ്രാണൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടല്ലേ അതിനെ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. ആ ചൈതന്യം എന്ന് പറയുന്നത്, ആ ജീവനിൽ കുടികൊള്ളുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആ പ്രാണനാണ്, അഥവാ അർത്ഥം തന്നെയാണ്. അർത്ഥം അക്ഷരജന്യവുമാണ്. അങ്ങനെയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ലിപിയാണ്. അക്ഷരം പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ലിപി അല്ല അക്ഷരം എന്ന് പറയുന്നത്. അക്ഷരം ഏകമാണ്. അത് ഓംകാരമാണ്. ഓംകാരത്തിൻ്റെ വിവിധ വിശദീകരണങ്ങളെയാണ് അർത്ഥതലങ്ങളെന്ന് പറയുന്നത്. കലാ, സാഹിത്യം, സംഗീതം, നൃത്തം, യോഗം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അക്ഷരം പഠിക്കാൻ
അനശ്വരമായ ഒരു അവസരം ഗുരുവായൂർ അക്ഷരപാഠശാലയും അക്ഷരാർത്ഥവും കൂടി ഈ അവധിക്കാലത്ത് ഒരുക്കുകയാണ്. ഇത് അവധിക്കാലത്ത് ട്യൂട്ടർ മന്ത്രയിൽ ഒരുക്കുന്നുണ്ട്. ഇതിപ്പോൾ അവധിക്കാലത്ത് മാത്രമല്ല, ഇത് ഒരു തുടർ പ്രവർത്തനമാണ്. അതായത് അക്ഷരം പഠിക്കുക എന്നുള്ളൊരു തുടർ പ്രവർത്തനമാണ്. അനന്തമാണ് അക്ഷരം. അക്ഷരം ഒരേ ഒരു അക്ഷരം, അതേ നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. കാരണം അക്ഷരം ഏകമാണ്, അദ്വൈതമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്ന്, ദ്വൈതമല്ലാത്തത്, അല്ലേ? എന്താ? അതെ, ദ്വൈതമല്ലാത്ത അദ്വൈതമായ ഒരു കാര്യമാണ് അക്ഷരം. അത് ഈ പറയുന്ന ഓം ഇതി അക്ഷര. ഓം ഇതി അക്ഷര, ശരിയാണ്. അപ്പോൾ ഈ ഓം ഇതി അക്ഷര എന്ന് പറയുന്നത് ഏകമായ അക്ഷരമാകിയാൽ ഈ ഒരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ലഭ്യമാണ്. ശാസ്ത്രങ്ങളും ഭാഷകളും കലയും സംഗീതവും നൃത്തവും യോഗവും എല്ലാം, ജീവിതത്തിൻ്റെ എല്ലാ നാനാർത്ഥങ്ങളും നവാർത്ഥങ്ങളും നിങ്ങൾക്ക് അക്ഷരം പഠിച്ചാൽ പ്രാപ്തമാവും. ഈ അക്ഷരം പഠിക്കാൻ ഈ അവധിക്കാലത്ത് നിങ്ങൾ തയ്യാറാവും. ആരംഭിക്കുക. ഗുരുവായൂർ അക്ഷരപാഠശാലയുടെ ഒപ്പം, അക്ഷരാർത്ഥത്തിൻ്റെ ഒപ്പം അക്ഷരം പഠിക്കാൻ ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കുക. ട്യൂട്ടർ മന്ത്രയിലേക്ക് വരിക. നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് അക്ഷരം പഠിച്ചു തുടങ്ങാം. അക്ഷരം പഠിച്ചു തുടങ്ങാം. അതേസമയം ജീവനെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, മുന്നോട്ട് പോകാം. അക്ഷരവും അർത്ഥവും പഠിച്ച്, അക്ഷരത്തിൻ്റെ നാനാർത്ഥതലങ്ങളെ പഠിച്ച്, നവാർത്ഥതലങ്ങളെ പഠിച്ച് ജീവിതം ധന്യമാക്കാം, അന്വർത്ഥമാക്കാം. എല്ലാവർക്കും അക്ഷരാർത്ഥത്തിൻ്റെ ഗുരുവായൂർ അക്ഷരപാഠശാലയുടെ ഈ പഠനക്കളരിയിലേക്ക് സ്വാഗതം. ഈ അവസരം തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുക. നന്ദി. നമസ്കാരം.